പിന്നെ എല്ലാ വീഡിയോസിലും വന്ന് കമന്റ് ഇടുന്നുണ്ട് തൈലേറിയയും ബബീഷ്യൂസും. തൈലേറിയയും ചെള്ളുപനിയും രണ്ടാണല്ലേ. ഇത് പടർത്തുന്നത് ആര് തന്നെയാണ്? ചെള്ളു തന്നെയാണ്. മൂട്ട ഉണ്ണി എന്നൊക്കെ പറഞ്ഞ സാധനം തന്നെയാണ്. തൈലേറിയയ്ക്ക് ഞാൻ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബബീഷ്യൂസ് ചെള്ളുപനി വരുമ്പോൾ മൂത്രത്തിന് പകരം ബ്ലഡ് കളറിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ചെള്ളുപനിയുള്ള പശുക്കളെ കണ്ടാൽ മനസ്സിലാക്കും. ഈ സ്കിന്ന് എഴുന്നു നിൽക്കും. സ്കിന്നല്ല, ഈ രോമം എന്ത് ചെയ്യും? നിൽക്കും. ചിലപ്പോൾ നമ്മൾ ഈ മഴ സമയത്തൊക്കെ കുട്ടികളെ പുറത്തഴിച്ചിറക്കി കണ്ടത് കുട്ടികളുടെ രോമം എഴുന്ന് നിൽക്കത്തില്ലേ? അത് സത്യത്തിൽ ഡീവോമിന്റെ സമയത്താണ് നിൽക്കുന്നത്. വരയുടെ സമയമാകുമ്പോഴത്തേക്കും കുട്ടികളുടെയൊക്കെ രോമം ഇങ്ങനെ എഴുന്ന് നിൽക്കും. ഈ ബബീഷ്യോസിസ് വരുന്ന സമയത്ത്, ചെള്ളുപനി വരുന്ന സമയത്തും പശുക്കളുടെ ഈ ഇത്രയും പോർഷൻ, ഇവിടുന്ന് ഇത്രയും പോഷത്തുള്ള ഈ ഹെയർ എന്ത് ചെയ്യും? എഴുന്നെഴുന്ന് നിൽക്കും. നമുക്ക് കാണുമ്പോ അത് അത് ഉറപ്പായിട്ടും അത് ചെള്ളുപനിയുടെ ആരംഭമാണ്. തൈലേറിയ വരുന്ന പശുക്കൾക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. അവരുടെ ഈ ഒരു നമ്മള് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ വായുടെ അടുത്തൊരു ബാഡ് സ്മെല്ല് കിട്ടും. തൈലേറിയ ആരംഭത്തിലൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. എല്ലാ പശുക്കൾക്കും കാണത്തില്ല. മെജോറിറ്റി ഒരു 10 പശു എടുത്ത 7 പശുവിന് തൈലേറിയ ഉണ്ടെങ്കിൽ ഒരു 7 എണ്ണത്തില് 6 5 പശുക്കൾക്ക് ഇതുപോലെ ബാഡ് സ്മെല്ല് അതുപോലെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു വാട്ടർ ബാഗ്, ഈ ലെഗിന്റെ ഈ ഒരു സൈഡ് ഇവിടെ നിന്ന് കാണിച്ചാൽ കാണാൻ പറ്റും. ഈ വാട്ടർ ബാഗ് എന്ന് പറയുന്ന ഈ ഒരു സൈഡ് എൻലാർജ് ചെയ്യും. നല്ല വലുപ്പം ഉണ്ടായിരിക്കും. നോർമലി നിന്ന കേസിനേക്കാൾ കുറച്ചുകൂടി എൻലാർജ് ചെയ്ത് നിൽക്കും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന തൈലേറിയ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സ്കിന്ന് നമ്മളിങ്ങനെ തടവി നോക്കും. സ്കിന്ന് നല്ല തടവുമ്പോൾ അമിതമായ രോമം പൊഴിയുക. ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ ബാക്ക് വൾവ സൈഡിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ മ്യൂക്കസ് മെംബ്രെയിന് ചെറിയ കുഞ്ഞു കുഞ്ഞു പോട്ട്സ്, മുറിവുകൾ പോലെ കാണും. ഇതെല്ലാം ലക്ഷണങ്ങൾ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പശുവിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തീറ്റ ഇറപ്പൊക്കെ കാണുമ്പോൾ നമ്മള് സംശയിക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോ പശുക്കളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഈ പശുവിനെ ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക.